Good morning, students. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആൻഡ് റെസൊണൻസ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ലെക്ചേഴ്സിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നും ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്. We know that when a harmonic oscillator that oscillates in a medium like air, what happens? Definitely the oscillations get damped. അതായത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്ത് വരും. ഫൈനലി ഇറ്റ് ടെൻസ് ടു സീറോ വാല്യൂ. ദറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഫോൾസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം ടു സീറോ വാല്യൂ. അതാണ് നമ്മൾ ഡാമ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡാമ്പിങ്ങിൻ്റെ കൂടാതെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ കൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ ലെറ്റ് ആൻ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്, അത് ആ കൊടുക്കുന്ന ഫോഴ്സും പീരിയോഡിക് ആയിരിക്കണം. ലെറ്റ് ആൻ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് whose frequency is not necessarily same as the natural frequency of the oscillator. സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സെയിം ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സെയിം ആയിക്കഴിഞ്ഞാലും ഒരവസ്ഥേനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇനി സെയിം അല്ലെങ്കിലും അത് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഡാമ്പിംഗ് ആയിരിക്കും. ദ ഡാമ്പിംഗ് ട്രൈസ് ടു റീടാർഡ് ദ ഓസിലേഷൻസ് ഓഫ് ദ ബോഡി വൈൽ ആൻ അപ്ലൈഡ് ഫോഴ്സ് ടെൻസ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. At first, the body shows a tendency to oscillate with its natural frequency. ആദ്യം ആ ബോഡി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അറ്റ് ദ സെയിം ടൈം എന്ത് സംഭവിക്കുന്നു? എക്സ്റ്റേണൽ ഫോഴ്സും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദ എക്സ്റ്റേണൽ ഫോഴ്സ് ട്രൈസ് ടു ഡ്രൈവ് ദ സിസ്റ്റം അറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി. അതിൻ്റെതായ കൊടുക്കുന്ന ഫ്രീക്വൻസി, അതായത് അപ്ലൈഡ് ഫ്രീക്വൻസിൻ്റെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് അതിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ്? ദ ഓസിലേറ്റർ വൈബ്രേറ്റ്സ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇംപ്രസ്ഡ് ഡ്രൈവിംഗ് ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഫൈനലി ഓസിലേറ്റർ വൈബ്രേറ്റ് ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് ഓസിലേഷൻസിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് വി ക്യാൻ സേ ആൻ ഓസിലേറ്റർ which is forced to oscillate with a frequency other than its natural frequency. That is called forced അല്ലെങ്കിൽ driven harmonic oscillator. Okay. And what happens if the frequency of the applied periodic force is same as the natural frequency of the oscillator? So, the oscillations, there will be oscillations, but that oscillations will have the maximum amplitude. Okay, the state of vibration of the system, this state of vibration of the system is called resonance or resonant oscillations. ഇനി നമുക്കിതിൻ്റെ തിയറി എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു the force, that is the frictional force acting on a vibrating body, that is proportional to minus Cx and minus gamma dx divided by dt. Okay, where minus Cx is the restoring force, and in addition to restoring force there is another force. This is the damping force. Okay, in the case of the forced oscillations there is an external periodic force. ഒരു external periodic force നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. that is applied to the damped harmonic oscillator നമ്മൾ അപ്ലൈ ചെയ്യുന്നു. we can write F equal to F0 sin pt. okay, F0 gives the amplitude. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് കാണിക്കുന്നത്, that is amplitude. and p by 2 pi is the frequency of the driving force. That is frequency of the driving force. Okay, കൊടുക്കുന്ന എക്സ്റ്റേണൽ
ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ആണ് p/2π എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് എഫ് ഈക്വൽ ടു, എഫിനെ നമുക്ക് എം ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ് മൈനസ് ഗാമ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് എഫ് സീറോ സൈൻ പി ടി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും 2, this is 3. So d square x divided by dt that is equal to dt square that is equal to minus c by m x minus gamma by m dx divided by dt plus f0 divided by m sin pt. ഓക്കെ, നമുക്കൊന്ന് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. You know that c by m equal to omega 0 square, where omega 0 is the natural angular frequency of the undamped oscillator. Okay, omega 0 is the natural angular frequency. Omega 0 is the natural angular frequency of the undamped oscillator. Okay, gamma by m that is equal to 2k. Okay, well, k is the damping constant of the resistive medium. ഇനി ഈ വാല്യൂസ് നമുക്കൊന്ന് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. Our equation becomes d square x divided by dt square plus either 2k plus 2k dx by dt, 2k dx divided by dt plus omega 0 square x, omega 0 square x, f0 by m ന് നമുക്ക് സ്മോൾ ലെറ്റർ f0 എന്ന് കൊടുക്കാം. ഓക്കെ, that is equal to f0 sin pt. Okay, at the steady state this oscillator vibrates with the frequency p/2π of the driving force. And the കൊടുക്കുന്ന applied frequency ക്ക് ഇത് at the steady states this will vibrate. ഇനി ഈ ഒരു ഇക്വേഷൻ്റെ ഇക്വേഷൻ നമ്പർ എത്രയായിരുന്നു? 5. ഈ ഒരു ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ലെറ്റ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് പറയുന്നത്, കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ. ആദ്യം നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ലെറ്റ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ബി x equal to a sin pt minus theta. Equation number 6. x solution നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് d square x by dt square കണ്ടുപിടിക്കാം, dx by dt കണ്ടുപിടിക്കാം. ഇവിടെ x ഉണ്ട്, അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഓരോ ടേംസും ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, dx by dt നമുക്കൊന്ന് കണ്ടുപിടിക്കാം. This is equal to AP cos PT minus theta and d square x divided by dt square, that is equal to sin
minus AP square sin PT minus theta 7 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി 6 and 7 substitute these two equations into the equation number 5. In 5, okay, minus AP square ശ്രദ്ധിച്ച് എഴുതുക, കുറച്ച് ലെങ്തി ആയിരിക്കാം, minus P, okay, plus 2k AP cos PT minus theta plus omega 0 square x എന്തായിരുന്നു, x equal to a sin PT minus theta, that is equal to f0 sin PT. ഓക്കെ, ഇനി നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പി ടി മൈനസ് തീറ്റയാണ്. ആ രീതിയിലേക്ക് നമുക്കിതിനൊന്ന് കൺവേർട്ട് ചെയ്യാം. ഒരു തീറ്റ ആഡ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു തീറ്റ മൈനസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഇത് മാറി. ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. f0 sin a plus b equal to sin a cos b plus cos a sin b. Okay. ഇനി ഇതിന് നമുക്ക് കോമൺ ടേംസിനെ ഒന്ന്, ഇവിടെ ഒരു കോമൺ ടേം ഉണ്ട്, കോമൺ ടേംസിനെയൊക്കെ ഒന്ന് നമുക്കൊന്ന് കളക്ട് ചെയ്യാം. The equation becomes സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോയിഫിഷ്യൻ്റ് ഒമേഗ സ്ക്വയർ പി സ്ക്വയർ ഇവിടെ ഒരു ടേം ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ടേം ഉണ്ട്. കോസ് പി ടി മൈനസ് തീറ്റ നമ്മൾ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പർ എത്രയായിരുന്നു? ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കാം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദിസ് ഇക്വേഷൻ hold good for all values of t. So ഇതിൻ്റെ കോയിഫിഷ്യൻറ്റും സെയിം ആയിരിക്കണം. ഓക്കെ, സോ ഈ രണ്ട് സൈഡിലെ ഇക്വേഷനിൽ സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോയിഫിഷ്യൻറ്റ് എ ഒമേഗ സ്ക്വയർ മൈനസ് പി സ്ക്വയർ, ദാറ്റ് ഷുഡ് ഈക്വൽ ടു f0 കോസ് തീറ്റ. അതേപോലെ തന്നെ ദ കോയിഫിഷ്യൻറ്റ് ഓഫ് പി ടി കോസ് പി ടി മൈനസ് തീറ്റ, ദാറ്റ് ഈസ് 2kAP, that is equal to f0 sin theta. So therefore a omega 0 square minus p square, that should equal to f0 cos theta, and 2kAP, that should equal to f0 sin theta. Equation number 9, equation number 10. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അതേപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻസിനെ ഡിവൈഡ് ചെയ്ത് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. അതുവഴി നമുക്ക് തീറ്റയും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആദ്യം നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 9 എന്ന് പറഞ്ഞത് കോസിൻ്റെ ടേംസിലും 10 എന്ന് പറഞ്ഞ സൈനിൻ്റെ ടേംസിലുമാണ്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് ഇത് സ്ക്വയർ ചെയ്യുക, അതേപോലെ തന്നെ ഇത് സ്ക്വയർ ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യാം. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ആ രീതിയിൽ നമുക്കിതിനെ സ്ക്വയർ ചെയ്യാം, ദെൻ ആഡ് ചെയ്യാം.
അപ്പോൾ ആ ഒരു ടേമുകൾ മാറിക്കിട്ടും. നമുക്കതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. ഓക്കെ. Square plus 4k square a square p square that is equal to f0 square. ഇതിൽ നിന്നും a square കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. a square that is equal to f0 square divided by omega 0 square minus p square then whole square plus 4k square p square. So the amplitude becomes a equal to root of f0 divided by omega 0 square minus p square plus 4k square p square. Okay. ഇതിനകത്ത് നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വാല്യൂ ഉണ്ടാകും. നമുക്ക് പ്ലസ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. നെഗറ്റീവ് വാല്യൂ വിൽ ബി ദ ഓപ്പോസിറ്റ് ഇൻ ഫേസ്. സോ here only the positive square root is taken. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, അതേപോലെ തീറ്റ കണ്ടുപിടിക്കാം. ഈക്വേഷൻ 10നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 9. We will get tan theta is equal to 2kap divided by a cancel ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ കൂട്ടിക്കളയാം. 2kp divided by omega 0 square minus p square. Okay. So our equation, that is our particular equation becomes, that is x equal to a sin pt minus theta. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ നമ്പർ ഒന്ന് കൊടുക്കാം. This one is 11, this one is 12. And this is equal to f0 divided by root of f0 square ഉണ്ട് ഇവിടെ. So f0 divided by omega 0 square minus p square plus 4k square p square sin pt minus theta, where theta equal to tan inverse 2kp divided by omega 0 square minus p square. This is the equation number 13. So this equation, okay, this equation represents a simple harmonic motion with the frequency is p by 2 pi. That is same as that of the driving force. കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സിന് അതേ ഫ്രീക്വൻസിയിലാണ് ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കുന്നത്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി അപ്ലൈഡ് ഫ്രീക്വൻസി എന്തായിരുന്നു? f is equal to f0 sin pt. It has the frequency p by 2 pi. Our solution. This also represents the simple harmonic motion with the frequency p by 2 pi. But noting that there is pt minus theta. This is lagging behind the driving force by an angle theta. Okay. നേരത്തെ പറഞ്ഞു ഇതൊരു പർട്ടിക്കുലർ ഇക്വേഷനാണ്, കാരണം ഇത് ഇൻഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കണം. കംപ്ലീറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യണം. ഹോമോജീനിയസ് ഇക്വേഷൻ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ we can write this equation number 5 as
d square x divided by dt square plus 2k dx divided by dt plus omega 0 square x equal to 0. So the solution will be complete only if a complementary function which is a solution of the related homogeneous equation. ഇതിൻ്റെ സൊല്യൂഷൻ കൂടി ഈ പർട്ടിക്കുലർ സൊല്യൂഷനിൽ ആഡ് ചെയ്യണം. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണ്, അതിൻ്റെ നമ്മൾ സ്റ്റഡി ചെയ്തു. സൊല്യൂഷൻ ബിക്കംസ് a0 e raised to minus kt sin omega t plus 5. ഇതിൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, അത് ഒന്ന് നോക്കുക. സോ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞത് it is the natural frequency. Omega equal to omega 0 square minus k square. Omega 0 is the natural frequency. Omega is the angular frequency of the damped harmonic oscillator. And k is the damping constant. ഇതാണ് ഇതിൻ്റെ ഈ സൊല്യൂഷൻ കൂടി ഇതിലോടുകൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇക്വേഷൻ നമ്പർ നമുക്ക് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 40. So therefore the complete solution of this equation, the complete solution of the equation number 5 is x equal to a0 e raised to minus kt sin omega t plus 5 plus a sin pt minus theta. ഇവിടെ ഞാൻ എയും തീറ്റ എന്താണെന്ന് എഴുതുന്നില്ല, കാരണം കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അത് എഴുതുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ഡാമ്പിംഗ് കോൺട്രിബ്യൂഷൻ, ദിസ് ഈസ് ദ ഫോഴ്സ്ഡ് contribution from the periodic force that we applied externally. Okay, so this first term, this represents damped oscillations of frequency omega divided by 2 pi, of frequency, angular frequency omega, and vibrates with the frequency omega divided by 2 pi. ഇതിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. Its amplitude decreases exponentially with time. Minus kt ആണ്. So this amplitude decreases exponentially with time. And this second term represents forced or driven oscillation of frequency p divided by 2 pi. Okay, here amplitude a is the constant. ഇനി ഈ ഒരു ഇക്വേഷനെ തന്നെ, ഇക്വേഷൻ നമ്പർ 15, ഈ ഇക്വേഷൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ടൈം മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഫൈനലി ദ ഡാംപ്ഡ് ഓസിലേഷൻസ് ക്വിക്ക്ലി ഡൈസ് ഓഫ്. ഈ ഒരു ടേം തന്നെ നമുക്ക് കളയേണ്ട ഒരു അവസ്ഥ വരും. ദെൻ ഓൺലി ദ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ റിമെയിൻസ്. ദാറ്റ് മീൻസ് I already told you that at first the body shows tendency to oscillate with its natural frequency. At the same time, external force tries to drive the system at its frequency. Ultimately what happens? Ultimately the oscillator vibrates with the frequency of the impressed driving force or with the frequency of the external force. Okay, ഒരു ടൈം മുന്നോട്ട് പോകുന്തോറും ഈ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ വരുന്നു. സോ അൾട്ടിമേറ്റ്ലി ദർ ഈസ് ഓൺലി ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഫോഴ്സ്ഡ് ഓസിലേഷൻസ്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുവാനാണെങ്കിൽ നിങ്ങൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പ്രാക്ടിക്കലിനൊക്കെ ചെയ്ത് കാണും. അതായത് ട്യൂണിംഗ് ഫോർക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. അതൊരു ജസ്റ്റ് ഒരു ബോക്സിൽ
ഇതിൻ്റെ ഹോളോ ആയിട്ടുള്ള ഒരു ബോക്സിൽ മേളിൽ നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് വയ്ക്കുന്നു. അതേപോലെ തന്നെ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ബോക്സിൽ അടുത്തൊരു ട്യൂണിംഗ് ഫോർക്ക് വയ്ക്കുന്നു. ഓക്കെ, ഈ ഓരോ ട്യൂണിംഗ് ഫോർക്കിനും അതിൻ്റെതായ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. സപ്പോസ് ഇത് രണ്ടും ഒരേ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക എന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഒരു എക്സ്റ്റേണലായിട്ട് ഒന്ന് ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. നമ്മളിതിന് ഒരു ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സിൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ബോക്സിൻ്റെ ഇടയിലുള്ള എയർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ എയർ മൂവ് ചെയ്ത് ഈ ഒരു ബോക്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. സോ ഈ ഒരു ട്യൂണിംഗ് ഫോർക്കും അതേ ഓസിലേഷൻസിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒരു ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ആ ഒരു ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓസിലേറ്റർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇനി അതും കൂടി നമുക്കൊന്ന് നോക്കാം. ആ ഒരു കൺസെപ്റ്റിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേം നമുക്കൊന്ന് ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ omega 0 square minus p square whole square, that is 4k square p square. Okay, ഇനി ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവണമെങ്കിൽ ഡിനോമിനേറ്ററിലെ ടേം മിനിമം ആയിരിക്കണം. ഓക്കെ, so we have to find out the maximum value of a. So we need to differentiate the denominator, that is equal to 0. That is d divided by dp that is equal to 0. When when dp by dt of this denominator equal to 0, the amplitude A will have the maximum value. നമുക്കതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. -2 omega 0 square minus p square into 2p plus 8k square p, that is equal to p. With respect to p ആണ് നമ്മൾ ചെയ്യുന്നത്. Okay, because this amplitude A, it has now dependence only on the frequency p by 2pi. കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് p by 2pi ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ p വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും omega 0 square minus p square minus 2k square, that is equal to 0. From this we will get p square equal to omega 0 square minus 2k square and p equal to root of omega 0 square minus 2k square. This is equation number 60. Okay. Thus the amplitude or the response of the forced oscillator or the driven oscillator will be maximum when this frequency, that is the driving frequency, is omega 0 square minus 2k square divided by 2pi. Okay, ഈ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഓസിലേറ്റർ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസ്. ഓക്കെ, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിനെ, റെസൊണൻസ് ഫ്രീക്വൻസിനെ PR എന്ന് പറയാം. PR ഡിവൈഡഡ് ബൈ 2pi. This particular frequency is denoted by PR divided by 2pi. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും PR ഡിവൈഡഡ് ബൈ 2pi എന്ന് പറഞ്ഞത് omega 0 square,
that is equal to നമ്മൾ ഇതിനൊന്ന് റെസൊണൻസ് ഫ്രീക്വൻസി ആണെന്ന് കാണിക്കാൻ വേണ്ടി എഴുതുന്നു മാത്രം. this is equal to 2 pi. റൂട്ട് ഇവിടെ ഇല്ല, ഡിനോമിനേറ്റർ റൂട്ട് ഇല്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 pi. this PR divided by 2 pi, that is equal to root of omega 0 square minus 2k square divided by 2 pi. That is this PR divided by 2 pi, that is the resonance frequency, is smaller than both the natural undamped frequency, that is omega 0 square. Natural undamped frequency എന്ന് പറഞ്ഞാൽ ഏതാണ്? omega 0 square, omega 0. അതിനേക്കാൾ കുറവായിരിക്കും resonance frequency. And also this is smaller than the frequency omega divided by 2 pi, that is omega divided by 2 pi എന്ന് പറയുന്നത് damped frequency ആണ്. We know this is equal to omega 0 square minus k square divided by 2 pi. Okay, undamped frequency എന്ന് പറയുന്നത് omega 0 divided by 2 pi. അതായത് അൺഡാംഡ് ഫ്രീക്വൻസിനേക്കാളും കുറവാണ്, അതേപോലെ തന്നെ ഡാംഡ് ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ്. കാരണം ഇവിടെ മൈനസ് കെ സ്ക്വയറും ഇവിടെ മൈനസ് 2k സ്ക്വയറുമാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ എ മാക്സ് എന്ന് കണ്ടുപിടിക്കാം. എ മാക്സ് ഈക്വൽ ടു f0 divided by root of omega 0 square minus p square whole square plus 4k square p square. ഓക്കെ, ഇനി റെസൊണൻസ് ആയതുകൊണ്ട് പി നമ്മൾ പി ആർ എന്നൊന്ന് കാണിച്ചിട്ടുണ്ട്, കാരണം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്ന റെസൊണൻസിന് പി ആർ എന്ന് നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമുക്ക് പി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് 2k സ്ക്വയർ. ഇനി നമുക്ക് ഈ ഒരു ടേം ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. വി വിൽ ഗെറ്റ് f0 റൂട്ട് ഓഫ്, ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗ 0 സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. സോ വി വിൽ ഗെറ്റ് 2k സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ മൈനസ് 2k സ്ക്വയർ. ഓക്കെ, we will get f0 divided by 4k raised to 4 plus 4k square omega 0 square minus 8k raised to 4 root of. Okay, ഇതൊന്ന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 4k സ്ക്വയറിൽ നിന്ന് ഇതിൽ നിന്ന് മൈനസ് 4k സ്ക്വയർ കിട്ടും. 4k സ്ക്വയറിനെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒമേഗ 0 സ്ക്വയർ മൈനസ് k സ്ക്വയർ root of. Okay, now a max amplitude എപ്പോഴാണ് മാക്സിമം ആവുന്നത്? a max equal to f0 divided by 2k root of omega 0 square minus k square. This is equation number 17. Okay, നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് പി ആറിൻ്റെ ടേംസിൽ വന്ന് എഴുതാം. കാരണം പി ആർ എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് 2k സ്ക്വയർ ആണ്. നമുക്ക് ഈ പി ആറിൻ്റെ ടേംസിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. വി വിൽ ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു f0 ഡിവൈഡഡ് ബൈ 2k റൂട്ട് ഓഫ് പി ആർ സ്ക്വയർ. പി ആർ സ്ക്വയർ ഇവിടെ മൈനസ് 2k സ്ക്വയർ ആണ്. സോ മൈനസ് k സ്ക്വയർ. Okay, 2k root of omega 0 square minus k square. അത് തന്നെ നമുക്ക് പി ആർ സ്ക്വയർ ചെയ്യാം. കാരണം ഒന്ന് ചെയ്ത് നോക്കാം. പി ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ മൈനസ് 2k സ്ക്വയർ. പി ആർ സ്ക്വയർ മൈനസ് k സ്ക്വയർ എന്ന് പറയുമ്പോൾ പി ആർ സ്ക്വയർ മൈനസ് k സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ minus 2k square minus k square. Okay,
ഇത് നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് PR equal to root of omega 0 square minus 2k square. ദിസ് ഈസ് ഈക്വൽ ടു PR എന്ന് പറഞ്ഞത് ഓക്കെ PR square equal to omega 0 square minus 2k square, and omega 0 square is equal to PR square plus 2k square, and omega 0 square minus k square root of that is equal to PR square plus 2k square minus k square. We will get PR square plus k square. Okay, but plus k square ആണ്. Okay, now നമുക്കൊരു ചെറിയൊരു graphical explanation കൂടി നോക്കാം. Now the frequency. Now we have plotted the frequency along the x-axis and amplitude A along the y-axis. Okay, this is the frequency of the impressed force, externally applied force. ഇനി ഡാമ്പിങ് ലോ ആയിട്ടുള്ള കേസിൽ വെൻ ദ ഡാമ്പിങ് ഈസ് വെരി ലോ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. വെൻ ദ ഡാമ്പിങ് ഈസ് വെരി ലോ, the amplitude is maximum. Okay, that is amplitude is decreases very rapidly on either side of the resonant frequency. Rapid ആയിട്ട് decrease ചെയ്യുന്നു. In this case the resonance is said to be sharp. What about the case of the high damping? In the case of the high damping, this is low damping, this is high damping. Okay, in the case of the high damping, the amplitude remains more or less at its peak value over this range of the resonant frequency. Okay, so there is a flat, almost flat response. അത് ഡാമ്പിങ് കൂടുമ്പോഴും മറ്റേ ഫോഴ്സ്ഡ് ഓസിലേറ്ററിനനുസരിച്ചുള്ള ആ ഒരു ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. കാരണം ആ ഡാമ്പിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞ ശേഷം മാത്രമേ ഫോഴ്സിൻ്റെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. സോ ഇതൊരു ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് കാണിക്കുന്നത്. ഇത് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ, ലോ ഫ്രീക്വൻസി കൂടെ ലോ ഡാമ്പിങ് ആണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള റെസൊണൻസ് നമുക്കവിടെ കാണാൻ സാധിക്കും. അതായത് ഡാമ്പിങ് അവിടെ കുറവാണ്. ഡാമ്പിങ് കുറയുമ്പോൾ അതായത് ഒരു ടൈം എക്സ്പോണൻഷ്യലി ഡീകേ വിത്ത് റെസ്പെക്ട് ടു ദി ടൈം. ഓക്കെ, ടൈം അപ്പോൾ മുന്നോട്ട് പോകും തോറും ഡാമ്പിങ്ങിൻ്റെ കോൺട്രിബ്യൂഷൻ കുറയും. ഡാമ്പിങ്ങിൻ്റെ കോൺട്രിബ്യൂഷൻ കുറയുമ്പോൾ അത് ഓസിലേറ്റർ വൈബ്രേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് ഹൈ ഡാമ്പിങ്ങിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ദ സീറോ ഡാമ്പിങ്, ഇപ്പോൾ ഡാമ്പിങ് ഒരു ഇല്ലാത്ത അവസ്ഥ, ഡാമ്പിങ് ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞത് ഒരു ഐഡിയൽ കേസാണ്. എങ്കിൽ പോലും ഡാമ്പിങ് ഇല്ലാത്തൊരവസ്ഥയാണ് വന്നതെങ്കിൽ ഇറ്റ് ഹാസ് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഒരു ഇൻഫിനിറ്റ് ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് സീറോ ഡാമ്പിങ്. ഓക്കെ, ഈ ഒരു ഡെറിവേഷൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഒരു ലെങ്തി ഡെറിവേഷനാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.